വേണ്ട. എന്ത് ഫുർഫുറി നഗരത്തിന്റെ പുരാതന കഥകളോ? എന്നാ പിന്നെ ഇത് നോക്കണമല്ലോ, എന്തൊക്കെയാ കഥകളെന്ന്. റീഡ് അറ്റ് യുവർ ഓൺ റിസ്ക്. സ്വന്തം റിസ്കിൽ വായിക്കാനോ? അതിന്റെ അർത്ഥം എന്തായിരിക്കും? ആദ്യത്തെ പേജിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം രണ്ടാമത്തെ പേജിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന്. പൊളിക്കടുത്തല്ലോ, റിസ്ക് എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ മോട്ടോ? നീ ആ പുസ്തകം വായിക്കരുത്. എനിക്കാരെയും പേടിയൊന്നുമില്ല, ഞാനിത് എന്തായാലും വായിക്കും. മോട്ടോ നിക്ക്, വായിക്കരുത്, എന്തോ പ്രശ്നമുണ്ട്. പണ്ടൊരിക്കൽ ഫുർഫുറി നഗരത്തിൽ ആരും തന്നെ ഇല്ലായിരുന്നു. വെറും മെഷീനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ കുറച്ച് മനുഷ്യർ അവിടെ ചെന്ന് കുടുങ്ങി. Why fear when Chingam is here? എന്ത് പറ്റി? എന്റെ അമ്മോ, എടോ താനെന്തായി കാണിക്കുന്ന? ജീവൻ വേണമെങ്കിൽ ഓടിക്കോ ചിങ്കം, നീ ഇപ്പൊ തന്നെ ഓടിക്കോ. നമ്മളിതെവിടെ എത്തിപ്പെട്ടത്? ഇത് ഫുർഫുറി നഗറാണല്ലോ. ശരിയാണല്ലോ, നമ്മളെല്ലാരും രക്ഷപ്പെട്ടു. മമ്മി, ഈ മനുഷ്യന്മാരിത് എവിടുന്ന് വന്നു? ഇത് ഞങ്ങളുടെ രാജ്യമാ, പിടിക്കടാ അവരെ. ട്രക്ക് സംസാരിക്കുന്നോ? ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ഒരു കാലത്ത് ഫുർഫുറി നഗരമേ മിഷനുകളുടെ നഗരമായിരുന്നെന്ന്. നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് എത്തിയെന്നാ തോന്നുന്നത് ഞങ്ങൾ. പൊളിക്കടുത്തല്ലോ, ഇനിയിപ്പോ എന്താ സംഭവിക്കാ? ഇത് മെഷീനുകളുടെ നഗരമാണല്ലേ. ഞാൻ ഇന്നേ വരെ കഥകളിൽ മാത്രമേ മനുഷ്യന്മാരെ പറ്റി കേട്ടിട്ടുള്ളൂ. ഇവര് വലിയ ശക്തിശാലികളാന്നാ പറയുന്നേ. വരൂ, നമുക്ക് നമ്മുടെ ശക്തി ഇവരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. വരൂ, പിടിക്കവന്മാരെ. മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഐഡിയ, ബുക്കിന്റെ അടുത്ത പേജ് വായിക്കാം. അവര് ഓടിക്കൊണ്ടേ ഇരുന്നു. ആ സമയത്ത് ഒരു കാർ വന്ന് അവരെ സഹായിച്ചു. ഹായ്, എന്റെ പേര് ബേബി എന്നാണ്. പെട്ടെന്ന് വരൂ, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. ഇതൊക്കെ എന്റെ കടമയല്ലേ, പക്ഷേ നിങ്ങൾ എന്റെ ചേച്ചിയെ രക്ഷിക്കണം. ചേച്ചി, ഞാനിതാ വരുന്നു. എന്റെ കാറ് ചേച്ചി, ഇപ്പൊ ഒന്ന് നേരെയാവ്. ട്രക്ക് ഒരുപാട് പുറകിലാണ്. മോട്ടു, വേഗം അടുത്ത പേജ് വായിക്കേ. അപ്പോഴവരെല്ലാവരും ആകാശത്തിലേക്ക് പറന്നു പൊങ്ങി.
ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ബുൾഡോസർ ചേട്ടാ, നിങ്ങൾ പറഞ്ഞതല്ലേ എന്റെ ചേച്ചിക്ക് പകരം ആരെയെങ്കിലും യുദ്ധത്തിന് കൊണ്ടുവന്നാൽ എന്റെ ചേച്ചിയെ വെറുതെ വിടാമെന്ന്. ഈ ആളുകളൊക്കെ എന്റെ ചേച്ചിക്ക് പകരം യുദ്ധം ചെയ്യും. എനിക്ക് സമ്മതമാണ്. മനുഷ്യരോട് യുദ്ധം ചെയ്യാൻ ഭയങ്കര രസമായിരിക്കും. കുറെ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ ശക്തി എനിക്കൊന്ന് പുറത്തെടുക്കാൻ പറ്റുന്നത്. സന്തോഷമായി. ഞാൻ യുദ്ധം ചെയ്യില്ല ചകേ. അതെ, ഞാനും യുദ്ധം ചെയ്യില്ല. സോറി ബേബി, അപ്പം നിന്റെ ചേച്ചി തന്നെ യുദ്ധം ചെയ്യേണ്ടി വരും. ഞങ്ങൾ യുദ്ധം ചെയ്യാം. ബേബിയുടെ ചേച്ചിയെ വിടൂ. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. കൂട്ടുകാരെ, മനുഷ്യരാണ് എപ്പോഴും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് മനുഷ്യന്മാർക്ക് നമ്മുടെ ശക്തി കാണിച്ചു കൊടുക്കാനുള്ളൊരു സമയമായി. കേൾക്ക്, കാലിയെ വിളിക്ക്. എന്നിട്ട് ബേബിയുടെ ചേച്ചിയെ വിട്ടേക്ക്. പൊളിക്കടുത്തല്ലോ. എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ. ഞാൻ പോന്നു. പൊളിക്കടുത്തല്ലോ. മോട്ട് പത്ലു, നിങ്ങൾ രണ്ടാളും ചേർന്ന് ഇന്ന് എന്റെ കഥ തീർക്കുന്ന തോന്നണേ. ഒന്നും ഞാൻ വെറുതെ വിടൂല. ഇന്ന് എന്റെ കയ്യിൽ നിന്ന് ഒരുത്തനും രക്ഷപ്പെടാനാവൂല. നിനക്കൊക്കെ ഓടാവുന്നതിന്റെ അത്രയും ഓടിക്കോ. മോട്ടു പുസ്തകത്തിന്റെ അവസാനത്തെ പേജ് വായിക്കേ വേഗം. അതിന് ഇതൊന്നും നിന്ന് കിട്ടിയാലല്ലേ എനിക്കിത് വായിക്കാൻ പറ്റുള്ളൂ പത്ലു. ഞാൻ ഈ പുസ്തകം ചിങ്കം സാറിന് കൊടുത്തേക്കാം. അപ്പോൾ ആകാശത്ത് നിന്നും അവരെ സഹായിക്കാനായി ഒരു കാർ എത്തുന്നു. എന്നിട്ട് അവരെ രക്ഷപ്പെടുത്തി അത് കൊണ്ടുപോകുന്നു. വേഗം വരൂ. Thank you, മോട്ടു പത്ലു. നിങ്ങൾ രണ്ടുപേരുമാണ് എന്റെ ചേച്ചിയെ രക്ഷിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോവാൻ സമയമായിരിക്കുന്നു. ബൈ ബൈ. അതെ, നിങ്ങൾക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തിനാ കിടന്നിങ്ങനെ അലറുന്നേ? എടാ, ഇവന്മാർക്ക് ഇത് എന്ത് പറ്റി? വട്ടായി എന്നാ തോന്നുന്നേ.